ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ വളരെ ചർച്ചാ വിഷയമായ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം NPD-യെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളോടൊപ്പം അദ്ദേഹമുള്ളത്. റോജിൻ ബാബാജിയാണ് ഇന്ന് നമ്മളോടൊപ്പം ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻറ്റു രവീന്ദ്രനിലുള്ളത്. വെൽക്കം ബാബാജി. നമസ്കാരം. ബാബാജി, മനുഷ്യരെയും ഒരു ഹ്യൂമൻ സൈക്കോളജി എല്ലാം താങ്കൾക്ക് വളരെ അടുത്ത് നിന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പം ഇന്ന് ഭയങ്കര വൈറലായിട്ട് പോകുന്നൊരു ഡിസ്കഷനാണ് നമ്മുടെ അനുപമ പരമേശ്വറിൻ്റെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരത്തി വളരെ പറഞ്ഞൊരു കാര്യം, ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരത്തി ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ ഒരു 11 കുട്ടികൾ വേണം എന്ന് ആഗ്രഹിച്ച ആള് പിന്നീട് കല്യാണം പോലും വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ അത് മാനസികമായി എത്രമാത്രം ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഇതെന്താണ് ഈ ഒരു ബിഹേവിയർ? ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, എങ്ങനെ നമുക്കിത് ഓവർകം ചെയ്യാം? ശരി, ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ്. നമുക്കൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അത് പുറത്തു വരുള്ളൂ. നമുക്കൊരാളെ കൊല്ലാനും നമുക്കൊരാളെ സ്നേഹിക്കാനും നമുക്കൊരാളെ ഭയങ്കര അഗ്രസീവായിട്ട് ഉപദ്രവിക്കാനൊക്കെയുള്ള മാനസികാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ആ സാഹചര്യമില്ല. നമുക്ക് ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാം NPD അല്ല. എന്നാൽ ഏതാണ് NPD എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പല ആളുകൾ നിൽക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഒരു പാരൻസിൻ്റെ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ സിവിയറിറ്റി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഭക്ഷണം എടുത്ത് വീക്കുക, തല്ലി പൊട്ടിക്കുക, ഡ്രസ്സ് കത്തിക്കുക, മേത്ത് മണ്ണെണ്ണ ഒഴിക്കുക, കെട്ടിടുക, അടിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിനെ ഫാമിലിയും എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കെയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ അല്ലെങ്കിൽ നിങ്ങളിത് അനുഭവിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാണെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. നമ്മൾ NPD ബിഹേവിയറുള്ള ഒരു വ്യക്തിയെ നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന 2-3 ടൈപ്പ് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ഫിസിക്കലി ആയിട്ടുള്ളൊരു അറ്റാക്കുണ്ട്. അത് NPD പല കാറ്റഗറി ഉണ്ട്. അതായത് സെക്ഷലി ഉണ്ട്, ഇമോഷണലി ഉണ്ട്, ഫിസിക്കലി ഉണ്ട്, സോഷ്യലി ഉണ്ട്. പല രീതിയിലും ഇവരെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും അപകടം പിടിച്ചത് ഇമോഷണലി നമുക്ക് ഒരാളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാൻ പറ്റും. സൂയിസൈഡ് ചെയ്യിപ്പിക്കാം. നമുക്ക് ഒരാളെ ഏറ്റവും വൾഗറാക്കി മാറ്റാം. സമൂഹത്തിന് മുന്നിൽ എന്തുമാക്കി മാറ്റാം. ആ വ്യക്തിയിൽ നിന്ന് ആൾ ജീവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NPD ഉള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകൾ, അതായത് ഇപ്പോൾ ഉപദ്രവമാവട്ടെ, തെറിവിളിയാവട്ടെ, അല്ലെങ്കിൽ പീഡനങ്ങളാവട്ടെ, മാനസികമായ പ്രശ്നങ്ങളാവട്ടെ, ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെയാണ് നമ്മൾ പ്യുവർ NPD കേസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എപ്പോഴും കംഫർട്ടിലായിരിക്കും. അതായത് നമ്മൾ പുറത്തുനിന്ന് മൂന്നാമത്തെ ഒരാൾ നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് NPD കേസുകൾ കൈകാര്യം ചെയ്യണം ഞാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നിങ്ങളുടെ ഹസ്ബൻഡ് NPD ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് NPD ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും, ഇടയ്ക്ക് തല്ലും, ഇടയ്ക്കൊക്കെ ഒന്ന് ചവിട്ടിക്കൂട്ടും, ഇടയ്ക്ക് ചിലപ്പോൾ ഇത്തിരി മണ്ണെണ്ണൊക്കെ മേത്ത് ഒഴിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അത് കഴിയുമ്പോൾ ഭക്ഷണം വാങ്ങിച്ചു തരും, അത് കഴിയുമ്പോൾ പുറത്ത് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു, അത് അതിന് ശേഷം വാങ്ങിച്ചു തരും. അപ്പോൾ തല്ലി കഴിഞ്ഞിട്ട് പറയും, അതിൽ എൻ്റെ സ്ട്രെസ്സ് കൊണ്ടാണ് ഞാനത് ചെയ്തത്, എൻ്റെ വിഷമം കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കൊരു സ്ട്രെസ്സ് വന്നപ്പോഴാണ് ഞാൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചത്. NPD ബിഹേവിയർ ഉള്ളൊരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവർക്കിത് വിശ്വസിക്കാൻ പറ്റാത്തത്. അതായത് ഞാൻ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ ഉപദ്രവിച്ചു എന്ന് ആ ആൾക്ക് മനസ്സിലാവണം. തിരിച്ച് ഞാൻ നിന്നെ ഉപദ്രവിച്ചതല്ല എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി വിശ്വസിപ്പിക്കാം. ഈ വിശ്വസിപ്പിക്കലാണ് പലപ്പോഴും ഈ പറയുന്ന നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല. ഇതെന്നെ ഉപദ്രവിക്കുകയാണോ, എന്നെ സ്നേഹിക്കുകയാണോ, എന്നെ നശിപ്പിക്കുകയാണോ, എല്ലാം ചെയ്യും. അതായത് പലപ്പോഴും നമുക്കൊരു സ്ത്രീകളുടെ ഒരു വിക്ടിം സ്ത്രീ ആയിട്ട് എടുക്കാം. സ്ത്രീയും പുരുഷനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. NPD നമ്മൾ ഒരിക്കലും ജെൻഡറായിട്ട് തിരിക്കാൻ പാടില്ല. ലാസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ അടുത്ത് ചോദിച്ചാൽ NPD കേസുകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പുരുഷന്മാരാണോ? അങ്ങനെയില്ല. NPD എന്നൊരു മാനസികാവസ്ഥ, അത് സ്ത്രീക്കും പുരുഷനും വരാം. അപ്പോൾ ഇതിനകത്ത് ജെൻഡർ പ്രശ്നമില്ല. പുരുഷന് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫിസിക്കലി ആയിട്ടുള്ളതും, സ്ത്രീക്കാണ് വന്നെങ്കിൽ അത് കുറച്ച് ഇമോഷണലി ആണെന്ന് മാത്രമേ ഇതിനകത്തൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ NPD കേസ്. ഇതിൻ്റെ സിവിയോറിറ്റി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കണമെന്ന്. അതായത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലാറുണ്ട്, അടിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. നമ്മുടെ പാരൻസ് നമ്മളോട് കാണിക്കാറുണ്ട്, നമ്മുടെ പല സന്തോഷങ്ങളും നമ്മളെ എടുത്ത് മാറ്റാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനെല്ലാം അവർക്കൊരു റീസണും ഉണ്ട്. ഇപ്പോഴത്തെ
ഒരു റീൽസും കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാരൻസിന് വേണമെങ്കിൽ ഒരു NPD ഗണത്തിന് വേണമെങ്കിൽ പെടുത്താം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഈ പ്രവർത്തികൾ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ബാക്കിയുള്ള പാരൻസ് ഒന്നും തല്ലുന്നില്ലല്ലോ, തെറി പറയുന്നില്ല, ചീത്ത പറയുന്നില്ല, ഉപദ്രവിക്കുന്നില്ല, പക്ഷെ എൻ്റെ അമ്മ എന്നെ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ NPD കാറ്റഗറിയിലോട്ട് വേണമെങ്കിൽ നമ്മളൊരു പാരൻ്റ് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി പെടുത്താം. പക്ഷെ ഇതല്ല പ്യൂറായിട്ടുള്ള വെർഷൻ. അതായത് NPD ഉള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. പക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൂർണ്ണമായ അറ്റൻഷൻ ഇവർക്ക് വേണം. ഈ അറ്റൻഷന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ള. ദാറ്റ് മീൻസ് നിങ്ങളൊരു പാർട്ട്ണർ ആണെങ്കിൽ, ഒരു NPDയുടെ പാർട്ട്ണർ ആണെങ്കിൽ, നിങ്ങൾ അന്ന് മുതൽ നിങ്ങൾ അടുത്ത 10 വർഷം എന്താവണമെന്നുള്ളത് ഇവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ക്രിപ്റ്റിങ്ങിലൂടെ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഈ സ്ക്രിപ്റ്റിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുകയോ, ഈ സ്ക്രിപ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രതികരിക്കുകയോ, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാൻ വരികയോ, ഞാൻ തരുന്ന പെയിൻ നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുകയോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഞാൻ തരുന്ന പെയിൻ നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുകയോ അതിനെ നിങ്ങൾ കുറയ്ക്കുകയോ, അത് നമ്മൾ ചിലപ്പോൾ ഒരാളോട് സംസാരിച്ച് കമ്പനി അടിച്ച് നമ്മുടെ പെയിനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അഗ്രസീവാവും. എൻ്റെ അഗ്രസീവായ നേച്ചർ ഞാൻ എടുക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളോടുള്ള സെക്ഷുവാലിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമായ പാരൻസിനോട്. നിങ്ങളുടെ ഇമോഷണൽ വീക്ക്നെസ് എവിടെയാണോ അവിടെയായിരിക്കും ഇനി മുതൽ ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാറ്റഗറി നമ്മളെക്കുറിച്ച് നമുക്കറിയില്ലാത്ത ഈ കാറ്റഗറി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതായത് നാളൊരിക്കൽ നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ നിങ്ങളെങ്ങനെ ഒതുക്കേണ്ടത് എനിക്ക് നന്നായി അറിയാം. അതിനകത്ത് എനിക്കൊരു 10 ക്രൈറ്റീരിയ ഉണ്ടാവും. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ ആയിരിക്കും കുഞ്ഞുങ്ങളോട് ഒരു 3 ദിവസം ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളത്. കുട്ടികളുടെ അടുത്ത് അത് നടന്നില്ല. 2, കഴിഞ്ഞു പോയ വിഷയങ്ങൾ നിങ്ങൾ എടുത്തിടും. അതും നടന്നില്ല. ഇൻകൂടി നിങ്ങളുടെ സെക്ഷുവാലിറ്റി എടുത്തിടും. അതും നടന്നില്ല. ഇൻകൂടി നിങ്ങളുടെ പാരൻസിനെ എടുത്തിടും. അതും നടന്നില്ല. കുട്ടികളെ സെൽഫ് ഹാം ചെയ്യാൻ തുടങ്ങും. കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അതും നടന്നില്ല. സെൽഫ് ഹാം ചെയ്യും. ഇതിലെവിടെയെങ്കിലും നിങ്ങൾ വീഴും. ദാറ്റ് മീൻസ് ഒരു പെയിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ പെയിനെ ഇവരിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ വലിച്ച് നീട്ടി വെച്ചായിരിക്കും. ഇതിൻ്റെ അകത്താണ് നമ്മളിരിക്കുന്നത്. ഒരു NPD പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ വലിച്ചു നീട്ടലിൻ്റെ നടുക്കിരിക്കുന്ന പോയിന്റാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ ഇങ്ങനെ ഒന്ന് അടിച്ചുകൊണ്ടിരിക്കും ഈ സാധനം. ഒരിക്കലും നിങ്ങൾക്കിതിന് പുറത്തു പോകാൻ പറ്റില്ല. കാരണം എപ്പോഴും നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾ കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതിനോട് ഇവർ ഇണങ്ങിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇപ്പം എൻ്റെ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത് ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവും. മാനിപ്പുലേഷൻ. പാരൻസിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുണ്ടാവും. അത് മാനിപ്പുലേഷനാണ്. നമ്മുടെ സർക്കിളിൽ മുഴുവനും ഇവരുണ്ടാവും. എന്നാൽ ഇവർക്ക് ഇതൊന്നുമല്ല വേണ്ടത്. ഇവർക്ക് വേണ്ടത് ഇവർക്കൊരു മെൻ്റലി ആയിട്ടുള്ളൊരു ഹാപ്പിനെസ്സാണ്. കാരണം ഇവരുടെ ലൈഫ് പരാജയമോ. അതാണ് ഇതിനകത്ത് മെയിൻ റീസൺ. ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് ചില കാര്യങ്ങൾ നന്നായി സംസാരിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ നന്നായി നോക്കാൻ പറ്റില്ല. ഒരു ഫാമിലി ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ കുറവുകളെ ഞാൻ മറ്റൊരാളിലോട്ട് അവരറിയാതെ നിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൺഫ്യൂസറായിക്കളെ. ഇവരെ പറഞ്ഞു വരുമ്പോൾ നമ്മളായിരിക്കും. അതായത് NPD ബിഹേവിയറുള്ള ഒരു പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ട് എപ്പോഴും കുറ്റബോധത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. ഫുൾ ടൈം കുറ്റബോധമായിരിക്കും. അയ്യോ പ്രശ്നമാണല്ലോ അങ്ങനെ. ഈ സാധനത്തിലാണ് ഇവർ പ്ലേ ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ പോലും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ മക്കളെ, പാരൻസിനെ എല്ലാവരും ഇവർ ഇമോഷണലി വേറൊരു രീതിയിൽ നോക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവർ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്ത ദിവസത്തിന് വേണ്ടി ഇവർ എഴുന്നേൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരെന്തൊരു കാര്യം ചെയ്യുന്നുണ്ടോ, പറയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ഇത് മാസങ്ങൾക്ക് മുന്നുള്ള സ്ക്രിപ്റ്റാണെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു, നമ്മളപ്പം സംസാരിച്ചു. നമ്മൾ ആരെങ്കിലും ഒരു മാസം മുന്നേ ചിന്തിക്കുമോ, ഞാൻ ആ ഫ്രണ്ടിനെ കാണുന്നു, അവനോട് സംസാരിക്കുന്നു, അവൻ്റെ കൂടെ നടക്കുന്നു, അവൻ ഇന്ന ഹോട്ടലിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു, അവിടെ കൊണ്ടിരുത്തിയതിന് ശേഷം അവനോട് ഞാൻ എന്ത് പറയണം, അവിടെ ഇരുത്തിയതിന് ശേഷം അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത്, അവൻ എന്നെ കഴിഞ്ഞ ദിവസം എന്നെ വേദനിപ്പിച്ച ആ ഒരു വിഷയം അവന് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ആ ഭക്ഷണം വാരി കഴിക്കുന്ന സമയത്ത് ഞാൻ അതേ തിരിച്ച് അവന് വീണ്ടും ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ഈ പ്ലാനിങ് ആണ് ശരിക്കും NPDക്കാർ നടത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവർ നമ്മൾ എന്ത് ചിന്തിക്കും എന്നുള്ളത് ഇവർ മുൻകൂട്ടി ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊരു NPD
ബിഹേവിയർ ഉള്ളൊരു പാർട്ണറായിട്ടാണ് നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ, നിങ്ങളുടെ കാലിൻ്റെ നഖം, നിങ്ങളുടെ പിരികം, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ വിയർപ്പിൻ്റെ സ്മെല്ല് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി തിരിച്ച് വീടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിലെ സ്മെല്ല് വരെ അവർ അളക്കും. നിങ്ങൾ ഫുള്ളും അളന്നുകൊണ്ടിരിക്കുക. നിങ്ങളിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊരു ലൈഫില്ല, അവർക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇത്രയും ഡെപ്തിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇത് എന്താ പറയുക, ഇതിന് നമുക്ക് എങ്ങനെ പുറത്തു വരാം, നമുക്കിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഇതൊരു അവസ്ഥയാണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് പറയാം ഇട്ടിട്ട് പൊക്കൂടെ, ഇല്ല. നമ്മുടെ മുഴുവൻ ഇമോഷനും ഒരാൾ കാർന്ന് തിന്നേക്കാം. ഇനി നമുക്ക് വേണ്ടത് സമാധാനമോ? നമ്മൾ ഈ സമാധാനം തേടിയിരിക്കും ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സ് പുറത്തേക്ക് കിടക്കുന്നത്. ഇവരിങ്ങനെ സമാധാനം തേടിയെടുക്കാം. അതിപ്പോൾ ഡ്രഗ്സ് ആവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം, സൗഹൃദങ്ങളാവാം, ചിലപ്പോൾ വണ്ടി ഓടിക്കലാവാം, ചിലപ്പോൾ വേറെ എന്ത് ആക്ടിവിറ്റീസ് ആവാം. കൺഫ്യൂസഡ് ആയിരിക്കും ഇവരെപ്പോഴും. ഓക്കെ, ഇനി ഇമോഷണലി, ഇനി ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവര് തല്ലും എന്നായിരിക്കും ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് പുതിയ പാർട്ണറാണെന്നുള്ള കാര്യമായിട്ട് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ തല്ലും, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരു അടിയെടുത്ത് അടിക്കും, ഇങ്ങനെ. ഈ സാധനം സിംറ്റംസാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് തരുന്ന ട്രെയിനിങ്ങാണ്. ഇതിങ്ങനെ കാണിച്ച് ആദ്യം നിങ്ങളെ നുള്ളാനും പിച്ചാനും കവളത്ത് ഇങ്ങനെ കാണിക്കാനും ചെവിക്ക് ഇങ്ങനെ പിടിക്കാനും തുടങ്ങും ഫസ്റ്റ് ഇവർ. അത് പതുക്കെ കൂടി പതുക്കെ ഇങ്ങനെ മുടിയുമ്പോൾ പിടിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതാണ്. ഇത് പതുക്കെ. അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളപ്പോൾ പിന്നെ പതുക്കെ ഇത് നിങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങും. ഓരോ ഉപദ്രവത്തിനും ഓരോ കാരണങ്ങൾ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളെ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് അളവിൽ വരെ പ്രതികരിക്കും? നിങ്ങളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് സോഷ്യലി ആയിട്ടുള്ള സമൂഹത്തിൽ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ പറയുമോ? നിങ്ങൾ എത്രത്തോളം വേദന സഹിക്കും? ഇതിൻ്റെ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം ഈ ചെറിയ പെയിൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്ന് സ്നേഹവും പെയിനും തമ്മിൽ ഇവർ മിക്സ് ചെയ്യും. ദാറ്റ് മീൻസ് എൻ്റെ ഭർത്താവ് തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്തത് നിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്, നീ കുഞ്ഞുങ്ങളെ നോക്കിയില്ല, അല്ലെങ്കിൽ നീ അച്ഛനമ്മയെ നോക്കിയില്ല, അല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്തില്ല. ഇതിലോട്ട് നമ്മളിട്ട് ലോക്ക് ചെയ്ത് കളയും. അതിൻ്റെ അറ്റ ടൈം തന്നെ നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സെക്ഷുവാലിറ്റി എല്ലാത്തിനും ഭയങ്കര വൾഗറാക്കി ഒരു കളയും. ദാറ്റ് മീൻസ് ഇത് പുറത്തു പോയി ചെയ്യാൻ പാടില്ല. അതായത് ഇവർക്കറിയാം എൻ്റെ പാർട്ണർ പുറത്തു പോയി കഴിഞ്ഞാൽ എന്നെക്കാളും നന്നായി മറ്റുള്ളവർ പെരുമാറുമെന്നും ഇമോഷൻസിനെ പിക്ക് ചെയ്യുമെന്നും ആശ്വാസം കൊടുക്കുമെന്നും നന്നായി ഇവർക്കറിയാം. പക്ഷേ അങ്ങനെ പുറത്തിറങ്ങി എൻ്റെ പാർട്ണർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര പ്രശ്നമായിട്ടോ, ഭയങ്കര സ്മെല്ലാണ്, നീ അങ്ങനെ അടുത്തൊന്ന് പോയി നിൽക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീനെ നമുക്ക് തന്നെ ഇവർ ബൂസ്റ്റ് ചെയ്ത് തരും. നമ്മളിതിനെ വിശ്വസിക്കും. അതായത് NPD ബിഹേവിയറുള്ള ഒരു പാർട്ണറോട് നമ്മൾ പറയാം, പുറത്തോട്ട് ഇറങ്ങി ജീവിക്കാം, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമോ, ഇവിടെ നല്ല ലൈഫുണ്ട്, നിങ്ങൾക്ക് പാരൻസ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ അടിമേനെ പോലെ ജീവിക്കുന്നത്. അതല്ല സാറേ, അത് ഇവർ കംഫർട്ടിലാക്കി കളയും. അതാണ് ഇതിനകത്ത് പ്രശ്നം. അതായത് നിങ്ങളുടെ കുറവുകൾ എന്താണോ, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, അത് നിങ്ങൾക്ക് വാങ്ങി തന്നതിന് ശേഷമായിരിക്കും ഉപദ്രവിക്കുന്നത്. നമ്മളൊരു ഡോഗിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്? നമ്മളൊരു നായക്കുട്ടിനെ വാങ്ങിച്ചു, അതിനെ നമ്മൾ കെട്ടിയിട്ടു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ സ്നേഹിക്കും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒരു അടി കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ ഫുഡ് ഫീഡ് ചെയ്യും. ഈ നായ എന്താ വിചാരിക്കുന്നത്? ശരിക്കും അതിനോട് ഭയങ്കര സ്നേഹമാണെന്നല്ലേ? അതിനെ ചങ്ങലയിൽ കെട്ടി നമ്മൾ റോഡിലൂടെ നടത്താൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നായ എന്താ ചിന്തിക്കുന്നത്? എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണ് എൻ്റെ യജമാൻ ആള്. ശരിക്കും നമ്മളെന്താ നായയോട് ചെയ്യുന്നത്? നായയെ നമ്മൾ കൺട്രോൾ വെച്ചേക്കാം. ഈ രണ്ട് സാധനം, അതായത് ഞാൻ നായയെ എന്താണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്നുള്ളതിൻ്റെ പക്കാ ട്രെയിനിങ് ആണ് NPD ബിഹേവിയർ ഉള്ള ആളുകളുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. കാരണം എന്നാ, ഇവർക്ക് വേണ്ടതെല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. NPD ബിഹേവിയർ ഉള്ള ഒരിക്കലും പിശക്കന്മാരല്ല. അവർ വാരിക്കോരി കൊടുക്കും. അവർക്ക് വേണ്ടത് അംഗീകാരമാണ്, അവർക്ക് വേണ്ടത് അറ്റൻഷനാണ്, അവർക്ക് വേണ്ടത് ഒരു പക്ഷേ ചില ആളുകൾക്ക് കരച്ചിലായിരിക്കാം, ചില ആളുകൾക്ക് ബ്ലഡ് വേണ്ടി വരും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഹാപ്പിനെസ് വരുന്നത്. അത് ഓരോ ആളുകളും ഓരോ കാറ്റഗറിയാണ്. മെയിനായിട്ട് വേണ്ടത് പെയിനാണ്. ഇവർ ബേസിക്കലി ഭയങ്കര പേടിയുള്ള ആളുകളാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇവർ നമ്മളെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇവർ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്. അത് എന്തിനാണ് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കി? എന്തിനാണ് ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആ സൈക്കോത്തരവും അവൻ്റെ ഉപദ്രവവും അവൻ്റെ ആരോഗ്യവും അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തും നമ്മുടെ മാനസികാവസ്ഥയിൽ അവർ എന്തിനും നമുക്ക് തരുന്നതെന്ന് ചിന്തിച്ചു നോക്കി?
അവരുടെ ലൈഫിൽ പാനിക്കാണ്. അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ് അവരിത് നമുക്ക് തരുന്നത്. അവരെന്ത് ഭയത്തിലാണോ ജീവിക്കുന്നത് അതേ ഭയത്തിലോട്ടാണ് ഇവർ നമ്മളെ കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ഈക്വൽ ആളേക്ക് ഇവർ മാറ്റി നിർത്തും അവിടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു 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 ജീവശവമായിട്ടായിരിക്കും ഓരോ ആളുകളും വീടിനകത്ത് താമസിക്കുന്നത്. ഇനി ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പറഞ്ഞ് വിശ്വസിക്കുക പോലും എൻ്റെ പല കേസുകളുടെ അർത്ഥം ഇവർക്ക് സെക്ഷുവലി പല ഇഷ്യൂസും ഉള്ള ആളുകളായിരിക്കും ഇവർ. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ലാസ്റ്റ് വന്ന കേസ് ഏകദേശം ഒരു 80-95 കൂട്ടുകാർക്ക് സ്വന്തം ഭാര്യേനെ കൊടുത്തു. ഈ വ്യക്തി മക്കളോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, സ്വന്തം മക്കളോട്, ഭാര്യയോട്, അമ്മയോട്. എല്ലാവരും കാണുന്നത് വേറെ തലത്തിലാണ്. നമ്മൾ പറയുന്ന ഒരു ബന്ധങ്ങളിൽ ഇവർക്കില്ല അവരുടെ ഉള്ളിൽ. പക്ഷേ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ അച്ഛനോട് പെരുമാറുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇവർ പെരുമാറും. വിശ്വാസം നേടിയെടുത്തു. നമ്മുടെ അച്ഛനോട്, നമ്മുടെ കൂട്ടുകാരോട് എല്ലാവരോടും ഇവർ വളരെ ഭംഗിയായിട്ട് പെരുമാറും. അതിലാണ് അവർക്ക് ഹാപ്പിനെസ്. ഞാൻ ഭയങ്കര നെഗറ്റീവായ ബാഡായ ഒരു പേഴ്സണാണ്. ഞാൻ ടിൻറ്റുവിൻ്റെ അടുത്ത് വന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ലവനായിട്ട് ഞാൻ ടിൻറ്റുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നൊരു പോക്കുണ്ട്. ടിൻറ്റുവിനെ മാനിപ്പുലേറ്റ് ചെയ്തു, ടിൻറ്റുവിനെ തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ ടിൻറ്റു അടിപൊളിയാണെന്ന് ടിൻറ്റുവിനെ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നുണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഇതാണ് ശരിക്കും ഇവർക്ക് വേണ്ടത്. അവരുടെ ഉള്ളിലുള്ള വൃത്തികേടുകളെ, അവരുടെ ഉള്ളിലുള്ള ഈ പറയുന്ന മിസ്റ്റേക്കുകളെ മറ്റൊരാളുടെ മുന്നിൽ എങ്ങനെ മറയ്ക്കാം എന്നുള്ളതായിരിക്കും ഇവർ മൊത്തം ചിന്തിക്കുന്നത്. ഒരു NBD രോഗത്തിന് അടിമയായിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് സ്വയം അറിയാമോ അയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു രോഗിയാണ് എന്നുള്ളത് അറിയാമോ? അറിയാം. അയാൾ സ്വയം അയാൾ തെറ്റുകാരനല്ല എന്ന് വിശ്വസിക്കുന്നില്ല. അയാൾക്കും അറിയാം തെറ്റാണ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ശരിക്കും ഓരോ ആളുകൾക്കും, നമ്മളെല്ലാവരും എന്തിനാണ് ശരിക്കും ജീവിച്ചിരിക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എന്തോ ചെയ്തു എന്നുള്ള നമ്മുടെ ബിലീവിലോട്ട് നമ്മൾ കൊടുക്കുക, ബിലീവ് സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുക, അല്ലേ? അപ്പോൾ ഓരോ ആളുകൾക്കും ഉത്തേജനം, നമ്മുടെ ബ്രെയിനൊരു ഉത്തേജനം വേണമെങ്കിൽ ഓരോ കാര്യങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം. ചില ആളുകൾ മദ്യപിക്കും, ഡ്രഗ്സ് ഉപയോഗിക്കും, അവർക്ക് അത് ഉത്തേജനമായിരിക്കാം. ചില ആളുകൾക്ക് സെക്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് ആളുകളോടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ചില ആൾക്ക് പ്രൊഫഷൻ ആയിരിക്കാം, ചില ആളുകൾക്ക് പൈസ സമ്പാദിക്കലായിരിക്കാം. ഇത് ഓരോ കാറ്റഗറി ഉണ്ട്. എന്നാൽ ഇവർക്ക് ഇതൊന്നുമല്ല. ഇവർക്ക് ഇവരുടെ മെൻ്റലി ആയിട്ടുള്ള ഇങ്ങനെ ഒരാളെ അടിമയാക്കി വെക്കുക, ഒരാളെ എൻ്റെ കൺട്രോൾ നിർത്തുക, ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുക, ഞാൻ കൊടുക്കുന്ന വേദന മാത്രം അനുഭവിക്കുക, ഒരിക്കലും മറ്റൊരിടത്ത് സന്തോഷം കിട്ടാൻ പാടില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ വെച്ചിട്ട് ഒരാളെ വർഷങ്ങളോളം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന. എവിടെ വേണ്ടി എടുത്തു നോക്കിക്കോ. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ നമുക്ക് ഒരുപാട് കാണാം. ഒരുപാട് പൊളിറ്റീഷ്യൻസിനെ കാണാം, ഒരുപാട് പോലീസുകാരെ കാണാം, ഒരുപാട് രാജാക്കന്മാരെ കാണാം. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നതായിരിക്കും. കാരണം എന്തും ചെയ്യിക്കാം. ഞാനപ്പോൾ എന്തോ വലിയ ആളായി. നിങ്ങളെല്ലാം പണിയെടുക്കും, നിങ്ങളെല്ലാം അതൊക്കെ ചെയ്യുന്നു, പക്ഷെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. നിങ്ങൾ സന്തോഷിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. പക്ഷെ ഞാൻ എന്ന് പറയുന്നപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സുപ്രീം പവറാണ്. ഈ വീടിനെ, ഈ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ സന്തോഷങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു സുപ്രീം പവറായിട്ടാണ് അവരെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആ സുപ്രീം പവറിന് എപ്പോഴും അറ്റൻഷൻ വേണം. ആ സുപ്രീം പവർ പലപ്പോഴും വീക്കാവും. അവർ വീക്കാകുമ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ, എക്സ്ട്രീം ലെവലിൽ ഇവർ ഇമോഷനും ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവരെന്തോ ഭയങ്കരമായിട്ട് എന്തോ അനുഭവിക്കുന്നു, ഇവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, മദർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു, ഇവരെ കുഞ്ഞുങ്ങൾ, ഇവരെപ്പോഴും ഇവരുടെ ഇമോഷൻ ഹൈ ആയി പറഞ്ഞുകൊണ്ടിരിക്കും. അറ്റ് എ ടൈം തന്നെ ഇവരെപ്പോഴാണ് ഫ്ലിപ്പ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫ്ലിപ്പ് ആവുന്ന ടൈമും ഇവർക്കറിയാം. ഇവർ നമ്മുടെ മുന്നിൽ ഒരു നാടകം കളിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ടിൻറ്റുവിൻ്റെ മുന്നിലിരിക്കുന്ന ഞാൻ ഒരു മണിക്കൂറിനിടയിൽ ഒരു 10-30 വട്ടം എൻ്റെ ഫേസ് ചേഞ്ചായി. ടിൻറ്റു കൺഫ്യൂസറാവും ഇതിനകത്ത് ഏതാണെന്ന്. ഈ കൺഫ്യൂഷൻ തന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് ഇതിനെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ടിൻറ്റു ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ ഭൂമിയിൽ വന്നത് മറ്റൊരാളുടെ മാനസികാവസ്ഥയെ കൈകാര്യം ചെയ്യാനോ, മറ്റൊരാളുടെ ജീവിതത്തിലൂടെ രക്ഷപ്പെടുത്താനോ, മറ്റൊരാളുടെ മാനസികമായ അസുഖങ്ങളെ ഹീൽ ചെയ്യാനോ, ചികിത്സിച്ച് ഭേദമാക്കാനോ ഒന്നുമല്ല. ബേസിക്കലി നമ്മളിവിടെ വന്ന് ജീവിക്കാനാണ്. ജീവിക്കാൻ മാത്രമാണ്. ഇതിനെല്ലാത്തിനും അനുഭവിക്കുക, ഇതിനെല്ലാത്തിനും കാണുക,
ഏറ്റവും സമാധാനപരമായ ഒരാൾ വേദനിപ്പിക്കാതെ ചീറ്റ് ചെയ്യാതെ സമാധാനപരമായി കടന്നു പോവുക. ഇതാണല്ലോ പലപ്പോഴും ഒരു പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി ഇതാണ്. അതിനിടയിൽ നമുക്ക് വേണ്ട പണം, മറ്റ് ബന്ധങ്ങളൊക്കെ വേറെ കാര്യങ്ങളാണ്. ഈ അവസ്ഥയിലൂടെ പോയാൽ NPD ബിഹേവിയറിലുള്ള ഒരു വ്യക്തിയുടെ പാർട്ണറായിട്ട് നമ്മൾ ജീവിച്ചാൽ നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു. നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഇല്ല. ശരിക്കും ഇമോഷണലി, സ്പിരിച്വലി, പേഴ്സണലി നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭിത്തിയിൽ പടമായി. കാരണം നിങ്ങളെ പടമാക്കും. സൂയിസൈഡ് 2 രീതിയുണ്ട്. ഒന്ന് ഇമോഷണൽ സൂയിസൈഡ് ഉണ്ട്, ഫിസിക്കൽ സൂയിസൈഡ് ഉണ്ട്. നമ്മളെപ്പോഴും ഫിസിക്കൽ സൂയിസൈഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇമോഷണലി തകർന്നു പോയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്, ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ജീവിച്ചെന്ന് പറയുന്നത് എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇത് ആര് കേൾക്കുമെന്ന് പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നത് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചെന്ന് പറ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നാണോ ജീവിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു പറയുന്നത് നിങ്ങളുടെ ഫിയറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യായം മാത്രമാണ് അല്ലേ എന്ന് ആലോചിച്ചെങ്കിൽ. ഞാൻ ഇത്രയെല്ലാം അനുഭവിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു NPD ബിഹേവിയറായ ഒരു പാർട്ണറിൽ നിന്ന് ഇത്രയെല്ലാം അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇത്രയെല്ലാം വേദന സഹിക്കുന്നുണ്ട്, ഞാൻ എല്ലാം സഹിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയാൻ എന്താ അർത്ഥം ഇരിക്കുന്നത്? നിങ്ങളാ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഫാമിലി എല്ലാം വരുള്ളൂ. നിങ്ങൾ ഭിത്തിയിൽ പടമായിരുന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു മരണക്കളിയാണ്. ബാക്കിയുള്ള സൈക്കോളജി കണ്ടീഷൻ പോലെയല്ല NPD ബിഹേവിയറുള്ള ഒരാൾക്ക് നന്നായി അറിയാം നമ്മളോട് എന്താണ് ചെയ്യുന്നത്, നമ്മൾ വേദനിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ. നിങ്ങളെ ഒരു ദിവസം കരയിപ്പിച്ചിരിക്കും. ഒരു ദിവസം അത് ലിറ്ററലി കണ്ണീര് വന്നിട്ടല്ല കരച്ചിൽ വരുന്നത്. ഇമോഷണലി നിങ്ങൾ വിങ്ങിപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒരു വിങ്ങലായിരിക്കും, ഒരു ഭാരവും വിങ്ങലും, ശരീരം കുഴഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കും. ഇപ്പോൾ ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിക്കുക, ബിഹേവിയർ ഈ പറഞ്ഞ NPD ബിഹേവിയർ ഒരു പാർട്ണർ ഫോൺ വിളിക്കുകയാണെങ്കിൽ നിശബ്ദതയായിരിക്കും അവിടെ നിന്ന്. ഹലോ, ഓക്കെ, അനലൈസ് ചെയ്തു, നിങ്ങൾ ഹാപ്പി ആണെന്ന്. അടുത്ത സാധനം ഇടും. ഓക്കെ, ഇന്ന സാധനം ഇന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെ. അതായത് നമുക്ക് സ്ട്രെസ് വരുന്നത് എന്താണോ അതൊരു ചെയ്യും. പിന്നെ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. നിങ്ങളെ വീണ്ടും വിളിക്കും. വീണ്ടും വിളിച്ചിട്ട് നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ വാക്കുകൾ തമ്മിലുള്ള ഒരു അകലം, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, നിങ്ങളുടെ വേഗത, ഇതെല്ലാം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അവർ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഡിസൈൻ ആയില്ലെങ്കിൽ അടുത്ത ഇമോഷൻ വീണ്ടും ഇടും. ഞാനീ പറയുന്ന സാധനം ഭാര്യമാരിങ്ങനെ വിളിച്ച് ഇത്ര NPD ബിഹേവിയറുള്ള വിളിച്ച് ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന നോർമൽ ഭാര്യ വിളിച്ചിട്ട് ആ കടയിൽ പോയില്ല, ഇതൊന്നല്ല പറയുന്നത്. ഒരാവശ്യമില്ലാത്തൊരു വിഷയം, എവിടെ നിന്നോ കൊണ്ടുവരുന്നൊരു വിഷയം, ആ വിഷയത്തെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഇമോഷനെ ബൂസ്റ്റ് ചെയ്ത് നിങ്ങളെ തളർത്തും ഇതിൻ്റെ അകത്ത്. അത് ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. നിങ്ങളിനി എന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് കളയും. ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷുവാലിറ്റി ആണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങൾ മദ്യം അല്ലെങ്കിൽ ഡ്രഗ്സ് ആണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് വിചാരിക്കുക, അടുപ്പിക്കില്ല നിങ്ങളെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, ഇപ്പോൾ ഒരു സാമ്പാറും പപ്പടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് മാത്രം നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ ആ പെയിൻ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പെയിൻ അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കരയുമ്പോഴും, നിങ്ങൾ സ്ട്രെസ് അടിക്കുമ്പോഴും, നിങ്ങൾ തളർന്നിരിക്കുമ്പോഴും എല്ലാം ഇവരത് അകലേന്ന് ആസ്വദിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ വന്ന് കാലിൽ വീഴണം. നിങ്ങളുടെ അവസാനം അവരുടെ കാൽച്ചോട്ടി പോയി വീണ് കഴിയുമ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ചേഞ്ച് അങ്ങ് വരും. പിന്നെ ഇവരായിരിക്കും നമ്മൾ കെയർ ചെയ്യുന്നത്. പിന്നെ ഇവർ നമുക്ക് വാരിത്തരും, സാമ്പാർ വെച്ച് തരും, നമ്മളെ നോക്കും, നമ്മുടെ ശബ്ദം മാറിക്കഴിഞ്ഞാൽ എന്തുപറ്റി ശബ്ദം മാറിയെന്ന് ചോദിക്കും. ദാറ്റ് മീൻസ് ഇവരായിരിക്കണം ഇതെല്ലാം ചെയ്തു തരേണ്ടത്. പുറത്തുനിന്ന് ഒരാൾ നിങ്ങൾക്കത് ചെയ്തു തരാൻ പാടില്ല. ഒരു ഒബ്സഷൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവലാണത്. ഇവരെന്തും ചെയ്യും. അവർ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാം, അവർ ചിലപ്പോൾ കൂടുതൽ ആളുകളെ കൊല്ലാം, പോയിസൺ തരാം, നമ്മുടെ ശരീരത്തെ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വിൽക്കാം. ഇതെന്തും ഇവർ ചെയ്യും. ഇവർക്ക് അതിനകത്ത് മടിയൊന്നുമില്ല. ദാറ്റ് മീൻസ് അവരാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇടിച്ച് തല്ലി അടിച്ചുകൊണ്ടേയിരിക്കും. അടിച്ച സ്ഥലത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കും ഇവർ. ഇപ്പോൾ കർണത്താണെങ്കിൽ അവിടെ തന്നെ അടിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം ഇവർ എവിടെ അടിച്ച് പാട് വരും, എവിടെ അടിച്ച പാട് വരില്ല. അതായത് ഇവർ ഞാനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യനെ എനിക്ക് തല്ലണം, ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യും. എൻ്റെ ഭാര്യനെ ഏത് പോയിന്റ് കൊണ്ട് നിർത്തണം, ഞാൻ എവിടെ നിൽക്കണം,
ഞാൻ ആദ്യം എന്ത് ചോദിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, ഫസ്റ്റ് അടി എങ്ങനെ അടിക്കണം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടി എങ്ങനെ അടിക്കണം, മൂന്നാമത്തെ അടിയിൽ ഞാൻ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും സ്ക്രിപ്റ്റഡാണ്. ദാറ്റ് മീൻസ് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ വേദനയിൽ പോലും നമുക്ക് നമ്മളെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്കൊരു മാനസിക പ്രശ്നം വരുമ്പോൾ നമ്മളല്ല നമ്മളെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മളെവിടെ പോയിരിക്കണം, നമ്മൾ എന്ത് പാട്ട് കേൾക്കണം, നമ്മളിതിനെ എങ്ങനെ ഹീൽ ചെയ്യണം, ഇതൊന്നും പറ്റില്ല. അതാണ് ഇതിൻ്റെ അപകടം. സന്തോഷങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും ഇനി ഇതൊന്നുമില്ലാത്ത നിങ്ങളെ നോർമലായിട്ട് പോകുന്നൊരവസ്ഥകളെയും ഇവർ കൺട്രോൾ ചെയ്യും. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇത്രയും ഡെപ്തി പറയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതിങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും, ഇങ്ങനെ എല്ലാം ചെയ്യും. ഈ വ്യക്തികൾ ഒരു പരിപാടി ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഇവർ ഒരു പരിപാടിക്കും പോലും ഇവർ വെറുതെ ഇരിക്കുള്ളൂ ഈ കാര്യങ്ങളെല്ലാം നോക്കി. സെക്ഷുവാലിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും തല്ലി കുത്തി ബ്ലഡ് വരുത്തിയതിന് ശേഷം സെക്സ് ചെയ്യും പുരുഷന്മാരും. അതെന്താണ് കാരണം എന്ന് അറിയാമോ അതിനോ? അതായത് ഒരു സ്ത്രീനെ പലപ്പോഴും പുരുഷന്മാർക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. വളരെ ചുരുക്കം മാത്രമേ സാധിക്കുള്ളൂ, ചുരുക്കം ആളുകൾക്ക്. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം പറ്റണമെന്നില്ല. ഇത് നന്നായി അറിയാവുന്നൊരു കാറ്റഗറിയാണ് NPD ആയ പുരുഷന്മാർ. അപ്പോൾ അവർക്കറിയാം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സെക്ഷൽ എന്താ പറയുക, ആ ഒരു ആനന്ദം പോലും അവർ അനുഭവിക്കാൻ പാടില്ല. അവരത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ വേദനയിലൂടെ അനുഭവിക്കാവൂ. എന്തിനാണ് വേദന പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് ആദ്യം തന്നെ ഇവരെ തല്ലി ഇടിച്ച് കടത്തടിച്ച് അല്ലെങ്കിൽ മുടി കുത്തിപ്പിടിച്ച് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ സിംഗിളായിട്ട് ഇവർ അടിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ലൈഫ് ലോങ് അവർ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ആ പോയിന്റിൽ നിന്ന് അവർക്ക് വേദന വന്നുകൊണ്ടിരിക്കും. ഈ പോയിന്റാണ് ആ വ്യക്തിയെ ഓർക്കാനുള്ള ട്രിഗറിങ് പോയിന്റ്. ഓക്കെ, അങ്ങനെ പെയിൻ കൊടുത്ത് തല്ലി ചതച്ച് കൊണ്ട് ബെഡിൽ കൊണ്ടിട്ടിട്ട് ഇവർ സെക്സ് ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ത്രീകളാണെങ്കിൽ. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർക്ക് ഇവരെ പ്രതിരോധിക്കാത്ത, അവരുടെ ഇമോഷൻ ഷെയർ ചെയ്യാത്ത ഒരാളെ വേണം ഇവർക്ക് ഇവരുടെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്ന കേസുകളാണ്. പക്ഷേ ഇവർ സമൂഹത്തിൽ ഭയങ്കര മാന്യരും ഇവർ സമൂഹത്തിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞത് പുരുഷന്മാരുടെ കാര്യം. ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് ഓഫ് ടൈപ്പ് ഓഫ് സ്ത്രീകളുണ്ട്. ഇവർക്ക് പരിഗണന എന്ന് പറയുന്നൊരു സാധനം ഇവർ നമുക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചുറ്റും നമ്മളെ കോർണർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ഭർത്താവിന്, പുരുഷന്മാർക്ക് ഒരു സെക്ഷൽ നീഡ്സ് ഉറപ്പായിട്ട് എല്ലാവർക്കും വരുന്നൊരു സാധനമാണല്ലോ. കുറേ വർഷം ഇത് കൊടുക്കാതിരുന്നാൽ, ഭാര്യയായ സ്ത്രീ ഒരു സെക്ഷുവാലിറ്റി സ്വന്തം ഭർത്താവിന് കൊടുക്കാതിരുന്നാൽ ഇവൻ ഉറപ്പായിട്ടും പുറത്തു പോയി ഇത് ചെയ്യുമെന്ന് നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ ചിലപ്പോൾ ഹോൾഡ് ആവുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റൊരു പാർട്ട്ണറെ പുറത്തുനിന്ന് പിക്ക് ചെയ്യും. ഷുവറാണല്ലോ. അങ്ങനെയെങ്കിൽ ഇത് അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇത് കൊടുക്കാതിരിക്കുന്നത്? എന്തിനത് കൊടുക്കാതിരിക്കുന്നു? ഈ ഭാര്യ, ഈ പറഞ്ഞ പാർട്ണർ എന്തുകൊണ്ട് ഭർത്താവിന് സെക്ഷുവാലിറ്റി കൊടുക്കാതിരിക്കുന്നു? ദാറ്റ് മീൻസ് പുറത്ത് പോകണം, മറ്റൊരാളുമായി കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഈ കണക്ട് ചെയ്തു എന്ന് കൺഫേം വരുത്തി ഇവർ തന്നെ അത് പിക്ക് ചെയ്യും, ഇവർ തന്നെ അത് കണ്ടുപിടിക്കും. അടുത്ത നിമിഷം ലോക്കാണ് നിങ്ങൾക്ക്. നിങ്ങളെയും കൊണ്ട് ഒരു തെറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെ അവസരം ഉണ്ടാക്കി തന്ന് നിങ്ങളെയും കൊണ്ട് ഒരു തെറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളെ അതിൻ്റെ കുറ്റബോധം അടിപ്പിച്ച് നിങ്ങളെ വീണ്ടും ഒരു അടിമയാക്കി മാറ്റും. ഇവരുടെ സ്ട്രാറ്റജി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർ രാത്രിയും പകലും ഇവർക്ക് ഉറക്കമല്ല. ശരിക്കും ഇവർ ഉറങ്ങൂല. ഇവർ ഫുള്ളും നമ്മളായിരിക്കും. നമ്മളെങ്ങനെ ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് ഇങ്ങനെ ഇവർ മനഃപൂർവ്വം നമ്മളെ കൊണ്ടിട്ടും ഒരു സ്ഥലത്ത്, എന്നിട്ട് നമ്മളതിനകത്ത് ലോക്കാക്കി വരും. ദാറ്റ് മീൻസ് ഒന്നുമില്ല, അവരോട് കണക്ട് ചെയ്ത് നിൽക്കണം. അതായത് നിങ്ങൾ തെറ്റ് ചെയ്ത്, നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്ത് ഇനി ഞാൻ പറഞ്ഞത് കേട്ടോ, ഇമോഷണലി നമ്മളങ്ങ് നശിപ്പിച്ചാളെ ഇവർ. പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇവരെ മാനേജ് ചെയ്യാൻ വളരെ സിമ്പിളായ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഒന്നുമില്ല. ഒന്ന്, നിങ്ങൾക്ക് കംഫർട്ട് സോൺ വേണോ, നിങ്ങൾക്ക് ജീവിതം വേണമെന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് കംഫർട്ട് സോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന ഉപദ്രവവും തല്ലും ചീത്തയും വീടുകളും ഒരു 3-4-5 വർഷം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഭയങ്കര ഇത് നോർമൽ ലൈഫിലോട്ട് ഇവരെ കൺവേർട്ട് ചെയ്യും. ഈ പറയുന്ന പാർട്ട്നേഴ്സ്. അതാണ് നിങ്ങൾ അവിടെ നിന്നോളൂ.
നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സെക്ഷുവാലിറ്റിയും നിങ്ങളുടെ ഫ്യൂച്ചറും എല്ലാം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് അത് നശിച്ചു പോയെന്ന് പിന്നെ പറയരുത്. കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണ്? ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ പാരൻസിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വരുന്ന ഇമോഷൻസ് പറയാനുള്ള യോഗ്യതയില്ല. ഞാൻ ഭയങ്കര ദുഃഖത്തിലാണ്, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാരണം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമാണ് വലുത്. നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യം കുടുംബത്തിനകത്ത് ക്രിയേറ്റ് ആവണം. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മുഴുവനും സമാധാനമായിട്ടും ഇൻക്ലൂഡിങ് നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തോളം ഈ പറഞ്ഞ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. മനസ്സിലായോ? രണ്ടിലും റിസ്ക് ഉണ്ട്. പക്ഷേ മറ്റേത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കണ്ട. അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ ജീവിക്കില്ലേ? ജീവിക്കും. അച്ഛനമ്മയും വേണോ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ? ആര് പറഞ്ഞു ജീവിക്കാൻ അച്ഛനമ്മയും വേണോ? എന്തോരം കുഞ്ഞുങ്ങൾ ഓർഫനേജിൽ ജീവിക്കുന്നു. ഓർഫനേജിൽ എന്തുണ്ട്? സമാധാനമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അറ്റ്മോസ്ഫിയറാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സാഹചര്യമാണ്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അച്ഛനമ്മേനല്ല. ജനിക്കാൻ വേണ്ടി മാത്രം മതി സ്ത്രീയും പുരുഷനും. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല സാഹചര്യം കൊടുത്താൽ അതുങ്ങൾ വളരെ ഭംഗിയായി ജീവിക്കും. ഈ സാഹചര്യം കൊടുക്കാൻ പറ്റാതെ നമ്മളെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഗ്യാപ്പിൽ കൊണ്ടിടുന്നത് നമ്മളെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമ്മുടെ പാരൻസിനെ ആ സ്പേസിൽ കൊണ്ടിടുന്നത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ദാറ്റ് മീൻസ് അത് നമ്മുടെ ഫിയർ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. NPD കേസുകൾ കൈകാര്യം ചെയ്യുന്ന പകുതി പേരും പറയുന്ന കാര്യം ഇതാണ്. സാർ അത് ഞാനിപ്പോൾ ഇത് എൻ്റെ 2-3 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ എനിക്കിത്ര വയസ്സായി, ഞാനിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഭിത്തിയിൽ മാലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇമോഷണലി തകർന്ന് തരിപ്പണമായി നിങ്ങളൊരു സൂയിസൈഡ് ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അച്ഛനമ്മ എന്ത് ചെയ്യും? നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവർ ഭാരം കയറി നിങ്ങൾക്ക് സ്ട്രെസ്സോ നിങ്ങൾക്കൊരു അറ്റാക്കോ നിങ്ങൾ എന്ത് ചെയ്യും? NPD ബിഹേവിയർ ഉള്ളവരുടെ പാർട്ട്നേഴ്സാണ് കൂടുതൽ സ്ട്രോക്ക് വരുന്നത്. നമ്മുടെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ ചത്തുപോയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതൊന്നും ഒരു ലോജിക്കും ഇല്ല. നിങ്ങളുടെ ഫിയറാണ് നിങ്ങളെ അവസ്ഥയെ കൊണ്ട് എത്തിച്ച്. നിങ്ങളുടെ ഫിയറാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ കാണുന്നത്. അതായത് നിങ്ങളുടെ ഫിയറാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ മക്കളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരിക്കൽ ഇവരും നാളെ ഈ ജീവിതത്തിലോട്ട് തന്നെ പോകും. അവർക്ക് ബോൾഡായിട്ട് സ്റ്റേണായിട്ട് നിൽക്കാനോ അവർക്ക് സമൂഹത്തെ പ്രതിരോധിക്കാനോ അവർക്ക് പറ്റില്ല. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫിയർ കണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒന്നുമില്ല. തീരുമാനിക്കുന്ന സ്ഥലത്ത് നിന്നും ഇവർ കടന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് കടന്ന് ചിന്തിക്കണം. ഇവർക്ക് ഒരേ ഒരു കാര്യമുള്ളൂ. ഞാൻ തരുന്ന ഇമോഷൻസ്, പെയിൻ നിങ്ങൾ അനുഭവിക്കണം. ഈ ഒറ്റ കാര്യം മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് പെയിനിലൂടെ അല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമുക്കൊരു വ്യക്തിയെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും? നമുക്ക് സ്നേഹിക്കാം, സപ്പോർട്ട് ചെയ്യാം, കെയർ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരിനി ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇൻ പേഴ്സൺ അവരത് ചെയ്യില്ല. അപ്പോൾ ഈ പെയിനെ ബ്ലോക്ക് ചെയ്യണം. പെയിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ വെറുതെ നിവർന്നിങ്ങനെ കൈ കെട്ടി നിൽക്കുക, എന്നിട്ട് ചിരിക്കുക. തകർന്ന് തരിപ്പടായി പോകും. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, തെറാപ്പിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങൾ മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഇവരുടെ അച്ഛനമ്മേനെ വിളിച്ചെടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചെടുത്തിട്ട് കാര്യമില്ല. ഒരു കാര്യം ഇതിനകത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, മുന്നിൽ നിവർന്ന് നിൽക്കുക. അവരെന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും ഇനി നിങ്ങൾ എങ്ങനെ ഇൻസൾട്ട് ചെയ്താലും ജസ്റ്റ് സ്മൈൽ. കാരണം അവർക്ക് ഈ ലോകത്തിലെ ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ് സന്തോഷം, ചിരി. അവർക്ക് ഒരിക്കലും ചിരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർ മറ്റൊരാൾ ചിരിക്കുന്നത് കാണുകയോ സന്തോഷിക്കുന്നത് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇറിറ്റേറ്റഡ് ആവും. അവിടെ നിന്ന് ഇളകുന്നത് കാണാൻ പറ്റും. അവർ തലങ്ങും വിലങ്ങും നടക്കുന്നത് കാണാൻ പറ്റും. കാരണം അവരുടെ കൺട്രോൾ പോയി. ഒറ്റ കാര്യമുള്ളൂ, സ്മൈൽ. നിങ്ങൾ ചിരിച്ചാൽ മാത്രം മതി. പക്ഷെ കാര്യമുണ്ട്, സ്ത്രീകളാണെങ്കിൽ നല്ല തല്ലുകൊള്ളും പുരുഷന്മാരുടെ. ഞാൻ പറയാം. പക്ഷെ വീണ്ടും 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 ചിരിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ താന്ന് വരും. അവസാനം വന്നിട്ട് ഇവർ പിന്നെ കാല് പിടിക്കാൻ തുടങ്ങും. ഇവരുടെ മെയിൻ സാധനമാണ് കാല് പിടിക്കുക, കരയുക, ഇവർ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുക. ഈ സാധനം ഒന്നും ചെയ്യില്ല. ഇവർക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം അവരാണ് ലോകത്തിലെ ഏറ്റവും അവർക്ക് പ്രയോറിറ്റി. അവരാണ് ഇമ്പോർട്ടൻ്റ്. അവരാണ് എല്ലാം. അങ്ങനെ ഒരിക്കലും ഇവർ ചെയ്യില്ല. ഇവരൊരിക്കലും സൂയിസൈഡ് ചെയ്യില്ല.
അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് സ്മൈൽ. നിങ്ങൾ ചിരിക്കുക, പുറത്തേക്ക് വരിക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് സന്തോഷം, നിങ്ങളുടെ മക്കൾക്ക് സന്തോഷം, നിങ്ങളുടെ കൂട്ടുകാർക്ക് സന്തോഷം. അല്ല നിങ്ങൾ കുറേ പെയിൻ അനുഭവിച്ചു, നിങ്ങൾ കുറേ സ്ട്രെസ് അനുഭവിച്ചു, നിങ്ങൾ കുറേ തകർന്നിട്ട് ഇവരൊന്നും സന്തോഷിക്കുന്നില്ല. നമ്മൾ കാരണം കൊണ്ട് കുറേ ഇമോഷണൽ തകർന്ന മനുഷ്യരെയാണ് നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളോട് ഇത് പറയണമെന്നില്ല ആരും, കാരണം അവർക്കിത് അറിയാം ഇങ്ങനെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, നമുക്ക് ചേർത്ത് നിർത്താം. നമുക്ക് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളോ ഒരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് ചേർത്ത് നിർത്താം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ നാളെ ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനെയെല്ലാം അനുഭവിക്കുന്ന ഒരാളെ നമ്മൾ ചേർത്ത് നിർത്താൻ പാടില്ല. നമ്മുടെ വേദനയെ, നമ്മുടെ സങ്കടത്തെ, നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ ചോര, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരാൾ നമ്മൾ ചേർത്ത് നിർത്തുന്നത് അത് നമ്മൾ മറ്റേ പടക്കം മേത്ത് വെച്ച് കെട്ടിയതിന് തുല്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തമല്ല. വളരെ സമാധാനത്തോടെ സ്നേഹത്തോടെ ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത് അതിനകത്ത് ഒരേ ഒരു ഓപ്ഷൻ. ഇല്ലെങ്കിൽ നശിച്ചു. ഭയങ്കര ഇന്നത്തെ ഈ ഒരു എനിക്കൊന്നു റൈറ്റ് നോ ഈ മൊമെന്റിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബാബാജി നമുക്കൊരു എന്താ പറയുക ഒരു തീർപ്പ് തന്നത്. താങ്ക് യു സോ മച്ച് ബാബാജി.